ഗുരുഭവനപുരി തീർത്ഥാടന നഗരമാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഈ ചെറിയ നഗരത്തിൽ ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേരുന്നത്. പക്ഷേ ഇവിടെയുള്ള വീഥികളിൽ തെരുവ് നായ്ക്കളെ പേടിക്കാതെ വഴി നടക്കാനാവില്ല എന്നുള്ളതാണ് അവസ്ഥ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ നിന്ന് വന്ന 4 വയസ്സുള്ള ഒരു കുട്ടിയെ തെരുവ് നായ കടിച്ചാക്രമിച്ച സംഭവമുണ്ടായി. ആ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാർത്ഥം പ്രവേശിപ്പിച്ചു. അതുമാത്രമല്ല, പലരെയും തെരുവ് നായ ആക്രമിച്ച സംഭവങ്ങൾ ഈ ഗുരുവായൂരിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്രയേറെ ആളുകൾ വന്നു പോകുന്ന ഗുരുവായൂരിൽ തെരുവ് നായ ശല്യം നിയന്ത്രിക്കണ്ടേ? പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഇട്ട് നൽകുന്നതായി പറയുന്നു, ചിലർ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതായി പറയുന്നു. ഇപ്പോൾ വഴിയോരത്ത് കിടക്കുന്നത് കാണാം. പലപ്പോഴും ഇതുപോലെ കിടക്കുകയായിരിക്കാം, പക്ഷേ അക്രമാസക്തമായ നായ്ക്കളുമുണ്ട്. ഇതുപോലെ നിരവധി പേരെ ആക്രമിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിനും ഇത് സംബന്ധിച്ച് പരാതിയുണ്ട്. മുനിസിപ്പാലിറ്റിയോട് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥിൻ്റെ പ്രതികരണം നമ്മൾ തേടുകയാണ്. ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടികൾ? അല്ല, ദേവസ്വത്തിൻ്റെ ഒരുപാട് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. കാരണം വിവിധ പ്രദേശങ്ങളിലാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ മൊത്തം ആളുകൾ അവിടുന്നും ഇവിടുന്നും വന്നുകൊണ്ട് 5-6 മണിക്കൂറുകൾ ക്യൂ നിന്നുകൊണ്ടാണ് ഭഗവാനെ തൊഴുകാൻ നിൽക്കുന്നത്. നായ്ക്കളുടെ ശല്യം ധാരാളമുണ്ട്. ഇലകൾ, വേസ്റ്റ് ഇതൊക്കെ തിന്ന് നടക്കുന്ന അലഞ്ഞു തിരിയുന്ന നായ്ക്കൾ ഉണ്ടായിട്ടുണ്ട്. ധാരാളം നായ്ക്കളുണ്ട്. പക്ഷേ ഞങ്ങൾ ഭഗവാനോട് പോകുമ്പോൾ ഭഗവാനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് ഞങ്ങളെ എന്ത് വേണം ചെയ്തോട്ടെ, ഒരു പാവപ്പെട്ട ഭക്തന് ഈ നായിൻ്റെ കാരണം കൊണ്ട് ഭൂരിപക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുതെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. മുനിസിപ്പാലിറ്റിയിലേക്ക് ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുനിസിപ്പാലിറ്റി ഒറ്റയ്ക്ക് ഞാൻ ബാധ്യപ്പെടുത്താതിരിക്കട്ടെ. മുനിസിപ്പാലിറ്റി ഞങ്ങളും കൂടി ദേവസ്വം മുനിസിപ്പാലിറ്റി ചെയ്യുന്ന പദ്ധതിയോടൊപ്പം മുനിസിപ്പാലിറ്റിയുടെ കൂടെ ദേവസ്വം നിന്ന് ഈ പ്രശ്നം ഗുരുവായൂർ ഭാഗത്തെ പരിഹരിക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഞങ്ങളെ ഗുരുവായൂരപ്പൻ സഹായിക്കും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും മുനിസിപ്പാലിറ്റിയുടെ പ്രതികരണം കൂടി നമ്മൾ തേടുന്നുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായ ഗുരുവായൂരിൽ അത്തരമൊരു തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നുള്ളത് വാസ്തവമാണ്. മുനിസിപ്പാലിറ്റിയുടെ പ്രതികരണവും നമുക്ക് തേടാം. ഇത് ഗുരുവായൂർ മഞ്ജുളാൽ തറ. തൊട്ടു പിന്നിൽ ഗുരുവായൂർ നഗരസഭ ആസ്ഥാനം നമുക്ക് കാണാൻ സാധിക്കും. തെരുവുനായ ശല്യം സമീപകാലത്ത് കൂടിയിരിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല, പക്ഷേ സമീപകാലത്ത് തെരുവുനായ്ക്കളുടെ ശല്യം കൂടിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പശ്ചാത്തലത്തിൽ ഈ തെരുവുനായ്ക്കൾ പോകുന്നത് കാണാം. ഒപ്പം തന്നെ ഭക്തർ ക്ഷേത്രത്തിൽ തൊഴുത് മടങ്ങി പോകുന്നത് കാണാം. ഈ സാഹചര്യത്തിൽ ഗുരുവായൂർ നഗരസഭയുടെ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഗുരുവായൂർ നഗരസഭയിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള പ്രദേശങ്ങളിലെ പോലെയല്ല. നമ്മുടെ ഇവിടുത്തെ ആളുകൾ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. ഇപ്പോൾ തെരുവുനായ്ക്കളുടെ ശല്യം ഇങ്ങനെ കൂടുമ്പോൾ എന്താണ് നഗരസഭയുടെ ഭാഗത്തുനിന്നുള്ള നടപടി? നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള നടപടി എന്ന് പറഞ്ഞാൽ ABC പ്രോഗ്രാം അനുസരിച്ച് നായകളെ വന്ധീകരിക്കുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ട്. ചെയ്തു കൊണ്ടിരിക്കുന്ന നടപടിയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചാവക്കാട് കേന്ദ്രീകരിച്ച് ചാവക്കാടും നമ്മളും ഗുരുവായൂരും കൂടി ഒരു സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. ആ സ്ഥലം ഏറ്റെടുത്ത് അതിൻ്റെ വർക്കുകൾ ആരംഭിക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുകയാണ്. അതോടുകൂടി നമ്മൾക്ക് തെരുവ് നായ്ക്കളെ പിടിച്ച് അവിടെ ഡബ് ചെയ്ത് സംരക്ഷിക്കാൻ കഴിയും. അതാണിപ്പോൾ ഉള്ളത്. സുപ്രീം കോടതിയുടെ നായ്ക്കളെ കൊല്ലാമെന്നുള്ള വിധി വന്നു എന്ന് പത്രങ്ങളിലുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ഉത്തരവ് ഇന്നേവരെ വന്നിട്ടില്ല. നമുക്ക് വന്നിട്ടുള്ള ഉത്തരവ് പ്രകാരം പന്നികളെയും മറ്റുള്ള വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുമുണ്ട്. നായ്ക്കളെ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഗൈഡ് ലൈൻ വന്നിട്ടുള്ളത് പൊതു സ്കൂളുകളിലൊക്കെ ഇങ്ങനെ നായ്ക്കളുടെ ശല്യമുണ്ട്, കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചുറ്റുമതിൽ കെട്ടി ഉയർത്തി കെട്ടി ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കാതെ കൃത്യമായി ഒരു വാച്ചറ വെച്ച് സംരക്ഷിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഉള്ളത്. അതുപോലെ നമുക്കങ്ങനത്തെ പൊതു സ്കൂളുകളിലൊന്നും അങ്ങനെ ശല്യങ്ങൾ ഉള്ളതായിട്ട് അറിയില്ല. പക്ഷേ ഈ ഭക്ഷ്യ വസ്തുക്കൾ സാധാരണക്കാരും വീട്ടുകാരൊക്കെ കൊടുക്കുന്നതായിട്ട് നമ്മുടെ അറിവിലുണ്ട്. അതിനെല്ലാം ഈ നായ്ക്കളുടെ പെരുകുന്നതിനും അവർ ആക്രമകാരികളാകുന്നതിനുള്ള സംവിധാനമായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെയൊക്കെ നമ്മുടെ ഹെൽത്ത് ഉദ്യോഗസ്ഥർ ചെന്ന് അവരോട് അത് കൊടുക്കരുത് എന്ന് പറയുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട്. എന്നാലും ചില ആൾക്കാർ മൃഗസ്നേഹികൾ എന്നുള്ള പേരിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. ആ ഭക്ഷണം കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഒരു പ്രാവശ്യം ചെന്ന് നോട്ടീസ് കൊടുക്കുന്നു. രണ്ടാമത് ഉണ്ടാവുകയാണെങ്കിൽ അവർക്കെതിരെ ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കും. ഗുരുവായൂർ നഗരസഭയുടെ വൈസ് ചെയർമാൻ KK ജ്യോതിരാജാണ് ഇത്രയും സമയം എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്. നമുക്ക് ഈ ഗുരുവായൂർ നഗരസഭയുടെ ഈ വളപ്പിലേക്ക് നോക്കിയാൽ കാണാം. ഗുരുവായൂർ നഗരസഭയുടെ വളപ്പിലാണ് ഇത്രയും തെരുവ് നായ്ക്കൾ പോകുന്നത്. 4 തെരുവ് നായ്ക്കൾ നമുക്ക് ഈ സമയം തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഗുരുവായൂർ നഗരസഭയുടെ പരിധിയിലുള്ള ആളുകൾ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന ഒരിടമാണ് ഗുരുവായൂർ. വൈകാതെ അടിയന്തരമായ ഒരു നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് പ്രദേശവാസികളുടെയും ആവശ്യം. TCVക്ക് വേണ്ടി ഗുരുവായൂരിൽ നിന്നും ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.